ഇന്ന് ക്യാൻസർ ദിനമാണ് രോഹിണി. നമുക്കറിയാം, ഇപ്പോൾ കുറച്ച് ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കേരളത്തിലെ ക്യാൻസർ രോഗികളുടെ എണ്ണത്തിൽ വളരെയധികം വർധനവുണ്ടെന്നാണ്. അതിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ളത് തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്താണ്. ജീവിതശൈലിയിലെ മാറ്റങ്ങളാണ് ഇത്തരത്തിൽ കൂടുതൽ ക്യാൻസറിലേക്ക് വഴിവെക്കുന്നതെന്നൊരു പഠനം കൂടി കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും ചർച്ച ചെയ്തതുമാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടത്, ജനിതക രോഗമായി ക്യാൻസറിനെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും നമ്മളെല്ലാവരും ജീവിതശൈലിയിൽ കൂടി മാറ്റങ്ങൾ വരുത്തി ഇതിനെ ചെറുക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിലൊരു രോഗം നിർണ്ണയിച്ചാൽ ഉടൻ തന്നെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ ആത്മബലം വീണ്ടെടുത്തല്ലേ ജീവിക്കാനുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളെല്ലാം വരുത്തിക്കൊണ്ട് ജീവിക്കുക എന്ന് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ക്യാൻസറിനെ ആത്മബലം കൊണ്ട് തോൽപ്പിക്കാമെന്ന് തെളിയിച്ച നന്ദു മഹാദേവെ ആരും മറന്നു കാണില്ല. 27-ാം വയസ്സിൽ ക്യാൻസറിനെ പ്രണയിനിയായി സ്വീകരിച്ച് ഒരുപാട് പേർക്ക് പുത്തൻ പ്രതീക്ഷ നൽകിയിരുന്നു നന്ദു മഹാദേവ തുടങ്ങിവെച്ച ക്യാൻസർ ബോധവൽക്കരണത്തോടൊപ്പം അത്തരക്കാരെ ചേർത്ത് പിടിക്കുകയാണ് നന്ദുവിന്റെ കുടുംബം ഈ ക്യാൻസർ ദിനത്തിൽ. ക്യാൻസർ എന്ന രോഗത്തെ എല്ലാവരും ഭയപ്പെടുന്ന കാലത്താണ് നന്ദു മഹാദേവ എന്ന ചെറുപ്പക്കാരനെ തേടി ആ രോഗം എത്തിയത്. ഒരു പ്രണയിനിയായി നന്ദു മഹാദേവ ആ രോഗത്തെ തളരാതെ പ്രതിരോധിച്ചു. ക്യാൻസറിനെ തുരത്താൻ നന്ദുവിന് ചെയ്ത കീമോയ്ക്ക് മുടിയിഴകളെ മാത്രമേ തളർത്താനായുള്ളൂ. അതിലേറെ കരുത്തോടെ നന്ദു അവയെ ചിരിച്ചു കാട്ടിയെന്ന് അമ്മ ലേഖ പറയുന്നു. നന്ദു പോയെങ്കിലും ഇന്നും ക്യാൻസർ രോഗികൾക്ക് ഈ ചെറുപ്പക്കാരൻ നൽകിയ ആത്മവിശ്വാസം വലുതാണ്. ക്യാൻസർ വന്നപ്പോഴത്തേക്ക് അവൻ യൂട്യൂബിലും അങ്ങനെയുള്ള സോഷ്യൽ മീഡിയകളിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് മരിച്ചവരുടെ ലിസ്റ്റാണ് അതിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പോഴത് അന്ന് നന്ദു പറയും, ഇത് വെറും ഒരു മോശം പ്രവണതയാണ്, അപ്പം അതിനെ മാറ്റണം, അതിനു വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റണ എല്ലാം ഞാൻ ചെയ്യുമെന്ന് നന്ദു വന്ന് പറയുമായിരുന്നു. അത് സത്യത്തിൽ നന്ദുവിൻ്റെ ആ ഒരു ജീവിതത്തിൽ കൂടെ, അതായത് 4 വർഷത്തോളം മാത്രമാണ് ക്യാൻസർ വന്നിട്ട് നന്ദു ജീവിച്ചിരുന്നത്. പക്ഷെ അത്രയും സമയം കൊണ്ട് വളരെ കൂടുതൽ അവൻ അതിനുള്ള ബോധവൽക്കരണം അവൻ ചെയ്തു. കാരണം അന്ന് ക്യാൻസറിനെ വെളിയിൽ പറയാൻ മടിച്ചിരുന്ന ആൾക്കാർ ഇന്ന് പോസ്റ്റ് ഇട്ടിട്ട് കീമോയ്ക്കും റേഡിയേഷനും പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതെല്ലാം നന്ദുവിൻ്റെ ഗ്രൂപ്പിലിരുന്ന ആൾക്കാരായിരുന്നു എന്നുള്ളതിലൊക്കെ നമുക്ക് അഭിമാനമാണ്, എനിക്ക് അഭിമാനമാണ്. കാരണം അത്രത്തോളം ക്യാൻസറിൻ്റെ അറിവില്ലായ്മയെ അവൻ മാറ്റി. ക്യാൻസർ വന്ന ഒരു റൂമിനകത്ത് ഒതുങ്ങണം എന്നുള്ളതായിരുന്നു. അതായത് മരണം, ക്യാൻസർ വന്നാൽ മരണമാണെന്ന് ചിന്തിച്ചിരുന്ന ഒരു സമൂഹത്തിന് ഒരു ചെറിയ പയ്യൻ ഇത്രത്തോളം മാറ്റി. രോഗം മൂർച്ഛിച്ചപ്പോഴും നന്ദുവിന്റെ മുഖത്തെ പ്രകാശം കുറഞ്ഞിരുന്നില്ല. ഒരു ക്യാൻസറിനും തന്റെ ജീവിതത്തെ തളർത്താൻ കഴിയില്ലെന്ന് നന്ദു തെളിയിച്ചു. നന്ദു തുടങ്ങിവെച്ച ബോധവൽക്കരണ പ്രവർത്തനം തുടരുകയാണ് ഈ കുടുംബം. ഒപ്പം രോഗത്തെ ഭയക്കാതെ ശരിയായ ചികിത്സയിലൂടെ മാറ്റാമെന്നും ഈ ക്യാൻസർ ദിനത്തിൽ ഇവർ പറയും. നമുക്ക് എന്തെല്ലാം അസുഖങ്ങളും കാര്യങ്ങളും വരണത്, സത്യം പറഞ്ഞാൽ ക്യാൻസർ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാനുള്ള സമയമെങ്കിലും തരുന്നത്, നമുക്ക് അറ്റാക്കോ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റോ പറ്റിയാൽ ചിന്തിക്കാനുള്ള സമയം പോലും തരുന്നില്ല. ക്യാൻസറിന് ഇപ്പം പുതിയ മരുന്നുകളെല്ലാം കണ്ടുപിടിക്കുന്നുണ്ട്. എന്തായാലും മനുഷ്യന്റെ ഈ ഒരു നല്ല സമയങ്ങൾ, അതായത് 2025, 2030 ആകുമ്പോൾ തന്നെ ഈ ക്യാൻസറിന്റെ ഒരു പ്രതിരോധ മരുന്ന് കണ്ടുപിടിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കണം. അപ്പം നമ്മൾ ഈ അസുഖത്തിന് പേടിക്കേണ്ട ഒരു കാര്യവും ഇല്ല. നമ്മൾ അതിനെ സമചിത്തതയോടുകൂടി അതിൻ്റെ ചികിത്സിക്കേണ്ട രീതിയിൽ ചികിത്സിക്കുക. അതായത് വ്യാജമായിട്ടുള്ള ഒന്നിലും പോവാതെ നേരായ ചികിത്സാ രീതികൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് പൂർണ്ണമായിട്ടും സുഖപ്പെടും. ഒരുപാട് നന്ദു മഹാദേവമാർ ഇനിയും ഉണ്ടാകും. ഈ രോഗത്തെ പ്രതിരോധിച്ചും തോൽപ്പിച്ചും മറ്റുള്ളവർക്ക് ആത്മവിശ്വാസം പകരാൻ. ക്യാൻസറിനെ ആത്മബലം കൊണ്ട് തോൽപ്പിച്ച 27-കാരൻ നന്ദു മഹാദേവ ഇന്നും ഒരുപാട് പേർക്ക് മാതൃകയാണ്. അദ്ദേഹത്തിന്റെ കുടുംബവും ഇന്ന് ക്യാൻസറിന് വേണ്ടി പോരാടുന്നവർക്ക് ധൈര്യം പകർന്ന ഒപ്പമുണ്ട്. നന്ദു തുടങ്ങിവെച്ച വഴികളിലൂടെ അവർ സഞ്ചരിക്കുകയാണ്. നന്ദുവിന്റെ വാക്കുകൾ തന്നെ കടമെടുത്താൽ ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം പുകയരുത്, ജ്വലിക്കണം. അതുതന്നെയാണ് ഈ ക്യാൻസർ ദിനത്തിൽ നമുക്കും പറയാനുള്ളത്. ക്യാമറമാൻ അനുജ് ആനാവൂരിനൊപ്പം എസ് ശാലിനി, ജനം, തിരുവനന്തപുരം.